എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 55 വർഷത്തെ ചരിത്രമുള്ളൊരു ദേവാലയമാണിത്. ഞങ്ങൾ കുറച്ച് വ്യക്തി കുടുംബങ്ങളെ ഉള്ളൂ എങ്കിലും ഉള്ളത് വളരെ മനോഹരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് അച്ഛനെ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഈ സമൂഹത്തിലേക്ക് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തോമസ് അച്ഛൻ നമുക്കെല്ലാം പരിചിതനാണ്. അച്ഛൻ എപ്പോഴും നമ്മളോടൊപ്പം എന്താവശ്യത്തിനും വരുന്നുണ്ട്. നമ്മുടെ ദേവാലയത്തിലെ മിക്കവാറും കുമ്പസാരങ്ങളെല്ലാം നടത്തുന്ന അച്ഛനാണ്. എനിക്ക് തോന്നുന്നത് ജോഷിയച്ഛൻ എന്താവശ്യപ്പെട്ടാലും അപ്പോൾ തന്നെ ഓടി വന്ന് ചെയ്തു തരുന്ന ഒരു അച്ഛനാണ്. എനിക്ക് വളരെ അടുപ്പമുണ്ട്. എപ്പോഴും അച്ഛനോടൊപ്പം ഒത്തിരി പ്രാവശ്യം ഭക്ഷണം കഴിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അച്ഛനെ ജയിൽ മിനിസ്ട്രിയുടെ ഒരു പ്രത്യേക പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അച്ഛന് അതിനു വേണ്ടിയുള്ള ചെറിയ സഹായങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാം. അങ്ങനെ അച്ഛനെ പലരും സഹായിച്ചാണ് അച്ഛനെ പ്രവർത്തനം ചെയ്യുന്നത്. അച്ഛനെ ഒരു സൈക്കോളജിസ്റ്റും കൂടെ കൂടിയാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ വൈസ് ചെയർമാൻ ഇവിടെയുണ്ട്. ഇന്നത്തെ ദിവസം വൈസ് ചെയർമാൻ്റെ ദിവസമാണ്. ഇടവക ദിനം എന്ന് പറയുമ്പോൾ എല്ലാ യൂണിറ്റുകളുടെയും ഒരു സംയുക്തമായ വാർഷികമാണ്. വൈസ് ചെയർമാനാണ് എല്ലാ യൂണിറ്റുകളുടെയും ലീഡർ. റോയ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. റോയിയുടെ വളരെ തിരക്കുള്ള പ്രവർത്തനങ്ങളാണ് റോയിയുടെ ജീവിതത്തിലുള്ളത്. ബിസിനസ്സുപരമായി റോയ് എപ്പോഴും യാത്രയിലായിരിക്കും. എങ്കിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഏതെങ്കിലും വിധത്തിൽ റോയ് എത്തിയിരിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട് റോയിയോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ. വളരെയേറെ അഭിമാനവുമുണ്ട്. റോയ് മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ ദേവാലയത്തിന് വേണ്ടി ഒത്തിരി സേവനം ചെയ്യുന്നുണ്ട്. അതിലുള്ള സന്തോഷവും അഭിമാനവും ഈ ഇടവകയുടെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ അവരെ അറിയിച്ചു കൊള്ളുന്നു. റോയിനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ലൂക്ക കോൺവെൻറ്റിലെയും അഡറേഷനിലെയും സിസ്റ്റേഴ്സ് ഉണ്ട്. ഈ സിസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. നമുക്ക് ഏത് ആവശ്യങ്ങൾക്കും സമീപിക്കുവാൻ പറ്റുന്ന സിസ്റ്റേഴ്സാണ്. ലൂക്ക സിസ്റ്റേഴ്സ് ആണെങ്കിൽ സൺഡേ സ്കൂളിലും എല്ലാം വളരെ സജീവമാണ്. നമ്മുടെ ഇടവകയുമായിട്ട് എന്നും അഭേദ്യമായൊരു ബന്ധമുണ്ട് രണ്ട് മഠത്തിനും. ഞാൻ സ്നേഹപൂർവ്വം ഈ ഇടവകയുടെ പേരിൽ സിസ്റ്റേഴ്സിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ പ്രിയപ്പെട്ട ഇടവാംഗങ്ങളാണ്. നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും നമ്മുടെ ഇടവാംഗങ്ങളാണ്. നമ്മുടെ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ. വേറെ 2 കൈക്കാരന്മാർക്കുണ്ട്, വർഗീസ് കുന്നപ്പള്ളിയും മാത്യു വാതല്ലൂരും. എല്ലാവരും നല്ലൊരു പാരിഷ് കൗൺസിലുണ്ട്. വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു യൂത്ത് വിങ് ഉണ്ട്, ഒരു അഷേഴ്സ് മിനിസ്ട്രി ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും മനോഹരമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ നന്മ കൊണ്ടാണ് ഞാൻ സ്നേഹപൂർവ്വം എല്ലാ കുടുംബങ്ങളെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. നമ്മുടെ മതബോധന വിദ്യാഗതത്തിൻ്റെ ഇടവക കൂടിയും സംയുക്ത വാർഷികം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സീറോ മലബാർ സഭയുടെ അപ്പോസ്തലിക് ജഡ്ജ് റവറൻ ഫാദർ ഫ്രാൻസിസ് എലുവത്തങ്കലിനെ ബഹുമാന ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കുർബാനയുടെ ഇടയിൽ പ്രസംഗിച്ചത് ദീർഘിച്ചു പോയോ എന്നുള്ളൊരു അസ്വസ്ഥതയിൽ ഇരിക്കുമ്പോഴാണ് വീണ്ടും 2 വാക്ക് എന്ന് പറഞ്ഞത്. പ്രസംഗിക്കുന്നത് എനിക്ക് അത്ര വിഷമമുള്ള കാര്യമല്ല, പക്ഷെ സമയത്തെ പറ്റി എപ്പോഴും ഒരു വിഷമം തോന്നും. ഈ ജോഷിയച്ചൻ സ്നേഹത്തോടു കൂടി വിളിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി ഈ ഇടവകയിലേക്ക് വന്നതാണ്. നേരത്തെയും ഇങ്ങോട്ട് വരാൻ 1-2 അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെ സന്തോഷത്തോടെയാണ് വന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജോഷിയച്ചൻ്റെ 7 വർഷത്തെ ദൗത്യം പൂർത്തിയാക്കി ഇവിടുന്ന് പോകാൻ പോവാണെന്ന് അല്ലേ? അങ്ങനെ കേട്ടപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് തോന്നി. അച്ഛൻ 7 വർഷം ഇവിടെ ചെയ്ത സേവനങ്ങൾക്ക്, രൂപതയിലെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക്, മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ ഭാവുകങ്ങളും ഈ സ്നേഹത്തോടുകൂടെ ഈ സമൂഹത്തിൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോഷിച്ച, നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ എന്ത് ചിന്തയാണ് ഇവിടെ പങ്കുവെക്കുക എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് എപ്പോഴും പറയാൻ ഇഷ്ടമുള്ളൊരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞ് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊക്കെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ശവസംസ്കാര ശുശ്രൂഷയുടെ വീട്ടിലെ കർമ്മത്തിൽ ഏറ്റവും വികാരപരമായിട്ടുള്ളൊരു ഭാഗം ഈ മുടി അണിയിക്കുന്നതാണ്. നിങ്ങളത് കണ്ടു കാണും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ നല്ലവണ്ണം ഓടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു, ഇനി നീതിയുടെ കർത്താവ് എന്നെ നീതിയുടെ മുടി അണിയിക്കട്ടെ എന്ന് പറഞ്ഞുള്ളൊരു പ്രാർത്ഥന ചൊല്ലിയിട്ട് അച്ഛൻ ഒരാളുടെ തലയിൽ മുടി വയ്ക്കും. അപ്പൊ ഞാൻ കുറച്ചു കാലം ഇങ്ങനെ ഈ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ശ്രദ്ധാപൂർവം ചൊല്ലി തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ വന്നു, ഈ മരിച്ചു കിടക്കുന്ന ആള് എന്ത് യുദ്ധമാണാവോ ചെയ്തത്, എന്ത് ഓട്ടമാണോ പൂർത്തിയാക്കിയത് ഇങ്ങനെ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചില ആളുകളുടെ മരണത്തിലൊക്കെ പോകുമ്പം വീട്ടുകാരോട് ചെയ്ത യുദ്ധം, നാട്ടുകാരോട് ചെയ്ത യുദ്ധം, ഇടവക്കാരോട് ചെയ്ത യുദ്ധം, അങ്ങനെ കുറെ യുദ്ധങ്ങളുടെ ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരും. അപ്പൊ ഞാൻ ഇത് എവിടെ നിന്നാണ് ഈ വചനം എന്നുള്ളതിനെ പറ്റിയെന്ന് നോക്കിയപ്പോൾ പൗലോസ് ലീഹ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ 6 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ വചനം പറയുന്നത്. പക്ഷേ അവിടുത്തെ മുകളിലേക്കൊന്ന് നോക്കിയാൽ പൗലോസ് ലീഹ പറയുന്നുണ്ട് എന്ത് യുദ്ധത്തെ പറ്റിയാണ് കൃത്യമായിട്ട് പറയുന്നതെന്ന്. അവിടെ പറയുന്നത് സുവിശേഷ പ്രഘോഷണം ഞാൻ നല്ലവണ്ണം ചെയ്തു. തിമോഥെയോസേ, നീ സുവിശേഷം പ്രഘോഷിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ സുവിശേഷം പ്രഘോഷിക്കുക. ആ യുദ്ധം ഞാൻ ചെയ്തു, ആ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, അങ്ങനെ ഞാൻ വിശ്വാസം സംരക്ഷിച്ചു എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം നമുക്ക് തന്നതാണെന്നും ആ ദൗത്യം ഞാൻ നന്നായി ചെയ്തുവെന്നും ധൈര്യത്തോടെ പറഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ഇവിടെ നിന്ന് ഈ ലോക ജീവിതം അവസാനിപ്പിച്ചു പോകാൻ. എനിക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ മരിച്ച് ഈ മജ്ജയിൽ കിടക്കുമ്പോ ഈ മുടി വെക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ, കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ച സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം ഞാൻ നന്നായി ചെയ്തു എന്ന്. കർത്താവ് പറഞ്ഞല്ലോ അവസാന നിമിഷങ്ങളില് ഞാൻ പോവാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മുകളിലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, ഈ ലോകത്തിന്റെ അതിർത്തി വരെ പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പോവുക, പ്രഘോഷിക്കുക, ശിഷ്യപ്പെടുത്തുക, സ്നാനപ്പെടുത്തുക, പഠിപ്പിക്കുക. ഈ ദൗത്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒരു ഇടവക എന്നുള്ള രീതിയിൽ സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. മിഷൻ ഞായറാഴ്ച നമ്മൾ കളക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് മതിയോ? പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ സുവിശേഷം പ്രഘോഷിച്ചു എന്ന സംതൃപ്തിയോടുകൂടെ കർത്താവിന്റെ മുടി ചോദിച്ചു വാങ്ങാനുള്ള അനുഗ്രഹം ഈ ഇടവകയിലെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഏറ്റവും ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തിന്റെ എല്ലാ ഹൃദയപൂർവ്വമായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. അടുത്തതായി ഈ വർഷത്തെ ഇടവക പ്രവർത്തനങ്ങളുടെയും കാറ്റീസം ഡിപ്പാർട്ട്മെന്റിനെയും റിപ്പോർട്ട് അവതരിപ്പിക്കാനായി മഞ്ജു ആന്റിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സെന്റ് ജോൺസ് ചർച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി 2025-26 പ്രവർത്തന റിപ്പോർട്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ നാമധേയത്തിലുള്ള നമ്മുടെ ദേവാലയം ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ ദേവാലയ തിരുനാൾ സമുചിതമായി കൊണ്ടാടുകയാണ്. നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന അനുഗ്രഹീത ദിവസങ്ങളാണ് ഈ 3 ദിവസവും. ഇന്നലെ കൊടിമരത്തിൽ തിരുനാളിൻ്റെ പതാക ഉയരുമ്പോൾ അത്യുന്നതങ്ങളിലേക്ക് നാം ഒന്നു ചേർന്ന് മനസ്സുകൾ ഉയർത്തി നന്ദിയുടെ കീർത്തനാരവങ്ങളോടെ കനിവും ഈശോ എന്ന കിനാവും അനുദിനം അപ്പമായി ഒപ്പമായിരിക്കുന്ന വിരുന്നൊരുക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ നനച്ചു വളർത്തുന്ന വിടരാൻ സഹായിക്കുന്ന തോട്ടക്കാരൻ എന്ന പോലെ ഉന്നയിക്കുന്ന പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്കുമുള്ള ഇടവേളകളിൽ ഇടറി വീഴാതെ മരുഭൂമിയാകുന്ന മനസ്സിൽ അനുഗ്രഹത്തിൻ്റെ മഴയായി വന്ന് കൂട്ടായി വന്ന് കരുതലിൻ്റെ കണ്ണുമായി വന്ന് കാരുണ്യം കൊണ്ട് പൊതിഞ്ഞ് കരുതുന്നവനും കാക്കുന്നവനുമായി രക്ഷിപ്പാൻ രക്ഷകനോട് മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ നിറസാന്നിധ്യത്തിന് മുൻപിൽ അഞ്ജലിബദ്ധരാകുന്നു. ജീവിതമാകുന്ന ഈ വഞ്ചി ആടി ഉലയുമ്പോൾ തകർക്കാതെ തകർക്കപ്പെടാതെ തീരത്തണയാൻ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സ്നേഹ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 4 കുടുംബ യൂണിറ്റുകളും അവരുടേതായ തലങ്ങളിൽ ഈ ദേവാലയത്തിൻ്റെ നീട്ടപ്പെട്ട കരങ്ങളായി മാറിക്കഴിഞ്ഞു. വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക നിലവാരമുള്ളവരെ ദൈവസ്നേഹമാകുന്ന ചരടിൽ കോർത്തിണക്കി സ്വർഗീയ അൾത്താരയിൽ സമർപ്പിക്കുന്ന പരിപാവനമായ കർത്തവ്യമാണ് ഓരോ കുടുംബ യൂണിറ്റും നിർവഹിക്കുക. കാരണമില്ലാതെ സ്നേഹിക്കുകയും ഉപാധികളില്ലാതെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ അവർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷിക്കുകയും സുഖദുഃഖങ്ങൾ പങ്കിടുകയും ചെയ്യുമ്പോൾ കുടുംബ യൂണിറ്റുകളിൽ നിന്നുയരുന്നത് ഒരുമയുടെ സാമസങ്കീർത്തനമാണ്, ദൈവേഷ്ടത്തിൻ്റെ ഉണർത്തുപാട്ടാണ്. നാം ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ സംഗീതം സംഗീതത്തേക്കാൾ സുന്ദരമാണ്. നാം ഒരുമിച്ച് മുറിക്കുന്ന അപ്പം അപ്പത്തേക്കാൾ സുന്ദരമാണെന്ന ആംഗലേയ കവിയുടെ ചിന്താശകലം സ്മരിച്ചു പോകുന്നു. നമ്മുടെ ഓരോ കുടുംബ യൂണിറ്റും അനുഗ്രഹത്തിൻ്റെ പ്രകാശനാളങ്ങൾക്ക് വേദിയാകുന്നുണ്ട്. കൂടെയുള്ളവർ മഹത്വത്തിൽ ഉയരുമ്പോൾ അവരുടെ കരം പിടിച്ച് അവരുടെ ഉയർച്ചയിൽ നിറഞ്ഞാഹ്ലാദിക്കാറുണ്ട്. അഭിനന്ദനങ്ങൾ ഏറെ നൽകി പ്രോത്സാഹിപ്പിക്കാനും ജനനവും വിവാഹ ദിവസവും ഓർമ്മിച്ചെടുത്ത് ഓർമ്മയുടെ ചെപ്പിൽ സന്തോഷത്തിൻ്റെ മണിമുത്തുകൾ ഏകി പ്രാർത്ഥിക്കാനും അവർ കണ്ണീരിൽ താഴുമ്പോൾ കൂടെ ഇറങ്ങാനും നാം പാകപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു ശ്രേഷ്ഠമായ ആത്മീയതയാണ്. ജനിമൃതികളുടെ പന്താവിൽ കൂടെയുള്ളവൻ്റെ വേദനയും ഉടയവൻ്റെ കരുത്തുമറിഞ്ഞ് സ്നേഹത്തിൻ്റെ ചക്രവാള സീമകൾക്ക് ചാരുതയാകുന്ന കുടുംബ യൂണിറ്റുകൾ നമ്മുടെ ഇടവകയുടെ അഭിമാനമാണ്. കുടുംബ യൂണിറ്റുകളിൽ 1ാമത്തെ യൂണിറ്റായ സെന്റ് മേരീസ് യൂണിറ്റിന്റെ സാരഥി ശ്രീ ചാൾസിന്റെ നേതൃത്വത്തിൽ കുടുംബ യൂണിറ്റ് ഏറെ സജീവമായിരുന്നു. യൂണിറ്റിലെ കുട്ടികളുടെ വചന വിചിന്തനങ്ങൾ എടുത്തു പറയേണ്ട അഭിനന്ദനാർഹമായ ഒരു നേട്ടമാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളിൽ അവരുടെ സജീവ ഭാഗഭാഗിത്വവും കൂട്ടായ്മയും നിറഞ്ഞ മനസ്സോടെ ഓർക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഹിച്ച് ഇനിയും ഒരുമയുടെ സ്നേഹ കൂട്ടായ്മ നമ്മുടെ ദേവാലയത്തിന് മാതൃകയും പ്രചോദനവുമാകട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥമുള്ള 2ാം യൂണിറ്റ് നമ്മുടെ ഇടവകയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണെങ്കിലും സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന ആലങ്കാരികത അവർക്ക് സ്വന്തമാണ്. ശ്രീ വർഗീസ് കുന്നപ്പള്ളി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ യൂണിറ്റ് ഏറെ ഹൃദ്യമാണ്. ദൃശ്യ കലാവിഷ്കാരങ്ങളിലൂടെ കൊന്തയുടെ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളും ബൈബിൾ വിചിന്തനവും മനസ്സിൽ തങ്ങി നിൽക്കുമാർ അവതരിപ്പിച്ചു വരുന്നു. ബൈബിൾ വിചിന്തനത്തിന് കുട്ടികളും മുതിർന്നവരും ഏറെ താല്പര്യത്തോടെ പങ്കുചേർന്ന് ചെറുതിൻ്റെ മനോഹാരിതയിൽ അവർ മുന്നോട്ടു പോകുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസം അവരുടെ നേതൃത്വത്തിലുള്ള സഹായ സഹകരണങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള 3ാം യൂണിറ്റിൽ കുട്ടികൾ അധികമില്ലെങ്കിലും മുതിർന്നവരുടെ മികവിൽ മുന്നോട്ടു പോകുന്നു. ശ്രീ ജെയിംസ് കാറ്റാടി സാറിന്റെ നേതൃത്വത്തിൽ
വിശുദ്ധ തോമസ് സ്ലീഹായുടെ വിശ്വാസ പൈതൃകം കാത്തു സൂക്ഷിക്കുമാറ് ബൈബിൾ പരിചിന്തനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഹൃദ്യമാക്കി മുന്നോട്ടു പോകുന്നു. അഭിനന്ദനങ്ങൾ. വിശുദ്ധ അന്തോണീസിന്റെ നാമം വഹിക്കുന്ന 4-ാം യൂണിറ്റ് ശ്രീ സാബു മുടത്തുപാറയുടെ നേതൃപാടവത്തിന്റെ മികവോടെ മുന്നോട്ടു പോകുന്നു. യൂണിറ്റിന്റെ അടുക്കും ചിട്ടയുമായ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ അർഹിക്കുന്നു. ബൈബിൾ വിചിന്തനം മുതിർന്നവർ ഒരുങ്ങി കൃത്യമായി പങ്കുവെക്കുന്നത് കുട്ടികൾക്ക് പ്രചോദനമാണ്. അംഗബലത്തിൽ കൂടുതലാണ് 4-ാം യൂണിറ്റ്. അവർ ദേവാലയത്തിന് ചെയ്യുന്ന എല്ലാ നിസ്തുല സേവനങ്ങളും നന്ദിയോടെ ഓർക്കുന്നു. ദേവാലയത്തിന്റെ കാലോചിത വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അകമഴിഞ്ഞ് നൽകാറുണ്ട്. ദേവാലയത്തിലേക്ക് നിങ്ങൾ കാണിക്കുന്ന സ്നേഹോഷ്മള സേവനങ്ങൾക്ക് ഇടവകയുടെ നന്ദി. കുടുംബ യൂണിറ്റിലെ ഓരോ ഭവനത്തിലും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സ്നേഹ സാന്നിധ്യം അനുഗ്രഹദായകമാണ്. ബൈബിൾ വിചിന്തനത്തിലും ബൈബിൾ ക്വിസ് നടത്തുന്നതിലും നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിന് ഈ ഇടവകയുടെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ. മതബോധനം. മതം ബോധിപ്പിക്കുന്നതാണ് മതബോധനം. നമ്മുടെ മതബോധന രംഗം കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് കാരണമായി കഴിഞ്ഞു. 2-ാം ക്ലാസ് മുതൽ ദൈവത്തിന്റെ വചനം കൈകളിലേന്തി കുർബാനയ്ക്ക് വായിക്കുമ്പോഴും ദിവ്യബലിയിൽ അവർ സ്തുതിഗീതങ്ങൾ ആലപിക്കുമ്പോഴും ഓരോ ഞായറാഴ്ചയും മതാധ്യാപകരിലൂടെ നമ്മുടെ കുട്ടികൾ വിശ്വാസത്തിന്റെ ആത്മീയതയുടെ സോപാന വഴികൾ മികവുറ്റതായി തീർക്കുന്നു. കുർബാനയ്ക്ക് ശേഷം ജെയിംസ് സാറിന്റെ ബൈബിൾ വിചിന്തന ക്വിസിൽ ആരംഭിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറോളം നടത്തപ്പെടുന്ന മതബോധനം ഏറെ ഭംഗിയായി ചിട്ടയായി ക്രമമായി നടത്തപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ മതബോധനം ഈ കൊച്ചു ദേവാലയത്തിന്റെ അനുഗ്രഹീത കലാക്ഷേത്രവും ആത്മീയ സങ്കേതവുമാണ്. അനുദിനം മതബോധനത്തിലൂടെ നമ്മുടെ മക്കളെ വാഴ്ത്തി നൽകുന്ന മതാധ്യാപകർക്ക് ജീവിത വഴികളിൽ സർവേശ്വരന്റെ വാഴ്വും വാഴ്ത്തലും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചാരിറ്റി. കാരുണ്യത്തിന്റെ ചിറകടിച്ചുയരുന്ന ഒരു മാലാഖ സാന്ത്വനത്തിന്റെ സ്പർശവുമായി നമ്മുടെ ഇടയിൽ ക്രിസ്തു സാന്നിധ്യത്തിന്റെ തിളക്കമാർന്ന വിളക്കുമരമായി പ്രോജ്വലിച്ച് നിൽക്കുന്നു. നിസ്സഹായതയുടെ വേദനയിൽ മങ്ങിവാടിയ ആശകൾക്ക് ആശാദീപമായി നമ്മുടെ ചാരിറ്റിയുടെ പ്രവർത്തനം നിർമ്മല ചിത്തത്തോടെ നടന്നു പോകുന്നു. ചാരിറ്റി ഫണ്ടിലൂടെ നാം സമാഹരിച്ച തുക ക്രിസ്തുവിന്റെ മുഖം പതിച്ച തൂവാല പോലെ കാരുണ്യത്തിന്റെ സാന്ത്വനത്തിന്റെ വെള്ളരിപ്രാവായി വേദനയുടെ കൂടാരങ്ങളിൽ സമാശ്വാസത്തിന്റെ പൊൻതൂവലായി മാറിക്കഴിഞ്ഞു. ദൈവം മുൻകൂട്ടി നൽകിയ ചോദ്യപേപ്പർ. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ നാം അതിന് ശരിയായ ഉത്തരം നൽകി. ദേവസി പാലക്കാപ്പള്ളി സാറിന്റെ നിസ്തുലവും നിർലോഭവുമായ സ്നേഹസേവനത്തിന് അനുമോദനങ്ങൾ. പാരിഷ് കൗൺസിൽ. ഇടവകയുടെ എല്ലാ തീരുമാനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് കർമ്മോജ്വലരായ പാരിഷ് കൗൺസിൽ അംഗങ്ങളാണ്. മുക്കിലും മൂലയിലും കണ്ണോടിച്ച് കരുതലിന്റെ കരവുമായി നിൽക്കുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ സേവനം അത്യന്തം സ്നേഹത്തോടെ ഓർക്കുന്നു. ദേവാലയത്തിന്റെ സർവോന്മുഖമായ വളർച്ച അവരുടെ ക്രിയാത്മകമായ ഇടപെടലുകളാണ്. ഓരോ മാസവും കൂടുന്ന പാരിഷ് കൗൺസിൽ നമ്മുടെ ദേവാലയത്തിന്റെ അലങ്കാര ദീപമാണ്. ദേവാലയത്തെ മനോഹരമായി സൂക്ഷിക്കുന്നതിൽ ക്രിസ്തു സാക്ഷ്യത്തിന്റെ പ്രകാശ ഗോപുരമായി തിളക്കമാർന്ന വിളക്കുമരമായി നിൽക്കാൻ ഇതിൽ എണ്ണ പകരുന്നത് അവരുടെ കർമ്മോജ്വലമായ ഇടപെടലുകളാണ്. തീരുമാനങ്ങളിൽ ഏകോപനവും ചിന്തേറിട്ട ചിന്തകളും സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ കരുത്തുറ്റ തീരുമാനങ്ങൾ ഉണ്ടാകും. നിങ്ങളാണ് ഈ ഇടവകയുടെ കാവൽ ദൂതന്മാർ. നിങ്ങൾ കത്തിച്ച വിളക്കുമായി കാവൽ നിൽക്കുമ്പോൾ ഈ ദേവാലയം പ്രശസ്തിയുടെ പടവുകൾ കയറും. നിങ്ങൾക്ക് അകമഴിഞ്ഞ നന്ദി. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ പ്രഭാതത്തിലെ വന്ന് ഈ ദേവാലയം ഒരുക്കി ബലിവേദി ദൈവത്തിന് സമർപ്പിക്കാൻ അനുദിനം കർമ്മനിരതനായി നമ്മോടൊപ്പമുള്ള ജെയിംസ് സാറിനെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു.
ഉന്നം പിടിച്ച് തെന്നിപ്പറക്കുന്ന പൊന്നിൻ കിനാക്കൾ, ഉന്നം പിഴയ്ക്കാതെ നമ്മുടെ ദേവാലയത്തിന്റെ ഏതൊരു കർമ്മ പരിപാടിയിലും യുവത്വത്തിന്റെ നിറപ്പകിട്ടേകി പ്രോജ്വലിപ്പിക്കുന്ന ജിമീഷിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ യുവജനങ്ങൾ ഈ ദേവാലയത്തിന്റെ പൊന്നക്ഷത്രങ്ങളാണ്. അൾത്താരയോട് ചേർന്ന് അൾത്താരയ്ക്ക് ചുറ്റും അണിനിരക്കുന്ന നമ്മുടെ അൾത്താര ബാലന്മാർ നമ്മുടെ അൾത്താരയ്ക്ക് എന്നും അലങ്കാരമാണ്. പാടുന്നവർ ഇരട്ടി പ്രാർത്ഥിക്കുമെന്ന സെന്റ് അഗസ്റ്റിന്റെ വാക്കുകളോടെ നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന സ്തുതിഗീതങ്ങളാൽ പ്രാർത്ഥനയുടെ ശ്രീകോവിൽ തീർക്കുന്ന ഗായക സംഘത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ മാധ്യസ്ഥത്താൽ അനുഗ്രഹീതമായ നമ്മുടെ ഇടവകയുടെ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഫാദർ ജോഷി പുതുവ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ സൗമ്യത മുഖമുദ്രയാക്കിയ ജോഷി അച്ഛനാണ് ഈ ഇടവക ഭവനത്തിന്റെ നെടുന്തൂൺ. അച്ഛന്റെ ത്യാഗോജ്വലമായ സേവനങ്ങൾക്ക് ഇടവകയുടെ സ്നേഹാദരവുകൾ. ഏതു പൂവുമായി ദേവ ഞാൻ നിന്റെ സന്നിധിയിൽ അണയണം? ഉത്തരം ഒന്നു മാത്രം, സർവഭൂതം ദയാപുഷ്പം. എല്ലാവരെയും സ്നേഹിക്കുന്ന പുഷ്പം, അതാണ് ദൈവസന്നിധിയിലെ അർച്ചനാ പുഷ്പം. നമ്മുടെ യൂണിറ്റിനും ഓരോ യൂണിറ്റ് അംഗങ്ങളുടെയും കയ്യിൽ സർവഭൂതം ദയാപുഷ്പമായി, ഒരുമയുടെ സംഗീതമുണർത്തുന്ന രാഗമായി, സ്നേഹമായി ഈ ജൈത്രയാത്ര തുടരാം. താങ്ക് യു മഞ്ജു ആൻറ്റി. തൻ്റെ പൗരോഹിത്യ ധർമ്മം വിശ്വസ്തതാപൂർവ്വം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയെ സ്നേഹപൂർവ്വം